അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ റിസൾട്ട് കണ്ടോ? നമ്മുടെ കരിവാളിപ്പും അതുപോലെ തന്നെ ഡൾനെസ്സൊക്കെ മാറിയിട്ട് നല്ല നല്ല ഒരു ഗ്ലേസിങ് തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പാക്ക് തന്നെയാണ്. എൻ്റെ മുഖത്ത് വന്ന ചേഞ്ച് തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും മടി പിടിച്ചിരിക്കാണ്ട് ആ ഒരു ഡൾനെസ്സും കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസ് നിർബന്ധമായിട്ട് മുഖത്ത് തേക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മുടെ മുഖത്തുണ്ടാവണ പെട്ടെന്നുണ്ടാവണ കരിവാളിപ്പൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഫേസ് പാക്കാണ്. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി നമ്മുടെ മുഖത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് മുഖം ബ്രൈറ്റ് ആക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു സാധനമാണ്. നമ്മുടെ ബ്രൂവിൻ്റെയാണ് ഞാൻ എടുക്കാറ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ക്രബിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ഇടുന്നത്. സ്ക്രബിങ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ചൂടുകുരു ഒക്കെ വന്നിട്ട് ഉണ്ടാവുന്ന നെറ്റിയുമുണ്ടാവുന്ന കുരുക്കൾ, താരൻ വന്നിട്ട് നമ്മുടെ നെറ്റിയുമുണ്ടാവുന്ന കുരുക്കളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കുരു 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 തന്നെ. പിന്നെ മുഖക്കുരൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. തക്കാളി അലർജി ഇല്ലാത്തവർ മാത്രം ഈ ഒരു പാക്ക് ഇട്ടാൽ മതി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊന്നും വരില്ല. ചിലർക്ക് ക്യാരറ്റിൻ്റെ നീര് പറ്റില്ല, ചിലർക്ക് തക്കാളി നീര് പറ്റില്ല, തൈര് പറ്റില്ല, പാല് പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പലരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മൾ തക്കാളി പറ്റുന്നവരാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുഖത്തൊരു സ്ക്രബിങ് കൊടുക്കാം. ഇവിടെ ഒന്നുമില്ല നമുക്ക്, പക്ഷേ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ ഞാൻ അങ്ങനെ മുഖം കഴുകുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി നോക്കും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വരണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവൻ വന്ന് തുടങ്ങി എന്നുള്ളത്. പക്ഷേ അങ്ങനെ കാണാനൊന്നുമില്ല. എന്നാലും നമ്മളൊരു സ്ക്രബിങ് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രബിങ് കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ആക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനമൊക്കെ റിമൂവ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ തക്കാളീനെ ഒന്ന് പകുതിയാക്കാം. പകുതി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും കൂടിയിട്ട് ഒന്ന് പൊടിക്കാം കേട്ടോ. ഇത് നമ്മുടെ 5 രൂപയുടെ കാപ്പിപ്പൊടിയാണ്, ചെറുത്. അല്ല, 5 രൂപയുടെ അല്ല, 2 രൂപയുടെ കാപ്പിപ്പൊടി കേട്ടോ. ഇത് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. 2 രൂപയുടെ കാപ്പിപ്പൊടി തന്നെ ധാരാളം. അപ്പോൾ 2 രൂപയും ഒരു തക്കാളി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീൻ ആക്കി കൊണ്ടുവരാൻ, കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാനൊക്കെ പറ്റിയ നല്ലതല്ലേ, കിടുമല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്ക്രബിങ്ങിന് പഞ്ചസാര. നല്ല കല്ല് പോലത്തെ പഞ്ചസാര ആണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ മുഖത്തേക്ക് ഇടാനായിട്ട്. ഇത് കുഞ്ഞേ തരികളാണ്. ഈ തരികളാകുമ്പോഴാണ് നമ്മുടെ മുഖത്തു നിന്ന് ആ സാധനങ്ങളൊക്കെ പോകാനായിട്ട് നല്ലത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലോട്ട് ഈ പഞ്ചസാരയിലോട്ട് കുറച്ച് കാപ്പിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ. കണ്ടോ, ഇടണതൊന്നും കാണില്ല എന്നാണ് പരാതി. അപ്പോൾ പരാതി ആക്കാനാണ് ഞാൻ ഇതേപോലെ കാണിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ചെറിയ സ്റ്റാൻഡുമ്പിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് വളയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കണ ഈ തക്കാളി എടുത്തിട്ട് റൗണ്ടിൽ മസാജ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുഖം കൈയൊക്കെ വൃത്തിയിൽ കഴുകി കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഈ സ്ക്രബിങ് തന്നെ ചെയ്താൽ തന്നെ നമുക്ക് നല്ലതാണ് നമ്മുടെ മുഖത്തിന്. നമുക്കിങ്ങനെ ആക്കുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ പഞ്ചസാര ഇത്തിരി എടുത്ത് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. പഞ്ചസാര ഇതേപോലെ എടുത്ത് സ്ക്രബിങ് കൊടുക്കുക. അധികം നേരമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് നേരം വേണ്ട കേട്ടോ. കുറേ നേരം ഒന്ന് മുഖത്തിട്ട് ഉരച്ച് മുഖം നാശാക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ റൗണ്ടിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഇവിടേക്കാണല്ലോ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഐറ്റംസുകൾ വന്നിരിക്കുന്ന നേരം, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രബിങ് ചെയ്തിട്ട് കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ചുണ്ടും വലത്തെ
ആ സ്കിന്നും കൂടി ഒന്ന് കളയണം കേട്ടോ. മുഖമൊക്കെ കഴുകിയതിന് ശേഷം സ്കിന്നിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മുടെ കൈയാണ് നമ്മുടെ ആയുധം. ഡെഡ് സ്കിന്നൊക്കെ പോയിട്ടേ അല്ല നമ്മുടെ ചുണ്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ തക്കാളിയുടെ നീരും പഞ്ചസാരയും ആക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരും പഞ്ചസാരയും. അതിടയ്ക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു നല്ല ലിപ് ബാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ലിപ് ബാം ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ നെയ്യ്, ഇതൊക്കെ നമ്മുടെ ചുണ്ടത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. കയ്യിൻ്റെ ആ ഒരു ഇതും കൂടി കിട്ടുമ്പോൾ നമ്മുടെ സ്ക്രബിങ് പൂർണ്ണമാവും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കൈ കൊണ്ടാക്കിയെങ്കിലാണ് ആ ഒരു ഇതിലേക്ക് എത്തുക. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഉണങ്ങാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് നമുക്ക് വൈപ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണി നനച്ചിട്ടോ നമ്മുടെ മുഖം തുടച്ചെടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ചുണ്ടുമ്മലൊക്കെ നമ്മൾ ആ ഒരു മിനിറ്റ് നേരം മാത്രം വയ്ക്കാൻ മതി കേട്ടോ. കണ്ടോ, നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാക്ക് തയ്യാറാക്കാണ്. പാക്കിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ പാത്രം തന്നെ മതി. ഇതിലോട്ട് കുറച്ച് തക്കാളിയുടെ നീരും, പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി, പിന്നെ നമ്മുടെ ഉലുവപ്പൊടി, മുൾട്ടാണി, ഈ 4 ഐറ്റംസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഉണ്ടാവുന്ന ചേഞ്ച് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് നേരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടാണിത്. അപ്പോൾ തക്കാളിയുടെ നീര് ആദ്യം കുറച്ചെടുക്കുക. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ മിക്സ് ചെയ്താൽ മതിയല്ലോ. പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി കേട്ടോ. ബാക്കിയുള്ള കാപ്പിപ്പൊടി ഇട്ടെങ്കിൽ ഇത് നിങ്ങൾ ഉപയോഗിക്കലൊന്നുണ്ടാവില്ല, കട്ടയിട്ട് പോകും. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഉലുവ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഇത് കുഞ്ഞ ടീസ്പൂണാണ്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ. ഇനിയിപ്പോൾ നമ്മളിത് ആക്കിയിട്ട് ബാക്കിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഇടാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തക്കാളിയുടെ നീര് പറ്റാത്തവർക്ക് തൈരിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം. തൈരിലോ കേടിലോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമാണ്. തെറ്റി പറഞ്ഞു തോന്നും അല്ലേ, തൈരിൽ മറ്റേ യോഗട്ടില്ല കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇതാ നമുക്ക് ചെറിയ ടീസ്പൂണിൽ തന്നെ മുൾട്ടാണിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ഇനി തക്കാളിയുടെ നീര് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൾട്ടാണി ഇട്ടത് കൊണ്ട് പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തക്കാളിയുടെ നീര് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കുരു കടന്നുകൊണ്ടൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ചിലവർ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണവരൊക്കെ ഉണ്ട്. അതൊക്കെ അവരാരും ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നമുക്ക് ഏതാ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്താൽ മതി. നല്ല തിക്കായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. അധികം ലൂസായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു തക്കാളി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അപ്പോൾ എല്ലാതും. അപ്പോൾ സാമ്പാറിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ തക്കാളി അടിച്ച് മാറ്റി വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് സെറ്റായിട്ടുണ്ട്. അതിങ്ങനെ കട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യണം കേട്ടോ.
നമ്മുടെ എല്ലാ പാക്കും എൻ്റെ മുഖത്ത് തന്നെയാണുള്ള പരീക്ഷണം. അപ്പോൾ നിങ്ങൾക്കറിയാം നാച്ചുറൽ പാക്കുകളാണ് നമ്മൾ കൂടുതലുള്ളത്. ദോഷം വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ധൈര്യമായിട്ട് നിങ്ങളുടെ മുന്നിലിരുന്നിട്ട് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇത്തിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ്, വല്ലാണ്ട് വലിയാനായിട്ട് നിൽക്കരുത്. 15 മിനിറ്റ് നേരം മാത്രം മതി. പിന്നെ ഇത് ഇട്ടിട്ട് നമ്മൾ മുൾട്ടാണിയൊക്കെ ഇട്ടുള്ളത് കൊണ്ട് വായടച്ചിട്ട് മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണതിൻ്റെ ഗുണം കിട്ടില്ല, ഇരട്ടി ദോഷമായിരിക്കും കിട്ടുക കേട്ടോ, ചുളിച്ചിൽ വരും. പിന്നെ നമ്മളിതിന് കഴുകുമ്പോഴാണ് പിന്നത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചതിന് ശേഷം നമ്മുടെ ഈ ടീസ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്നിങ്ങനെ വരണ്ടിയെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ കഴുകിയെടുക്കാനായിട്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ ആയതുകൊണ്ട് ഇങ്ങനെ വഴുവഴുന്നനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഫസ്റ്റിലേ കൊടുക്കാം, അപ്പോഴാണ് നിങ്ങൾക്കിത് ചെയ്യാനും കൂടി തോന്നുള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങളാണ്. അത് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവും ചെയ്യും, നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടണ പോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.